ഗിരിയേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നവളാ ഞാൻ. ആ പരിഗണന സ്ഥാനവും എനിക്ക് ഈ വീട്ടിൽ കിട്ടിയേ തീരും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഉറപ്പാണല്ലോ? ഉറപ്പ്. എങ്കിലേ അതിനൊരു വഴിയുണ്ട്. ഗൗരിയച്ച എന്താ ഉദ്ദേശിക്കുന്നത്? അവളോട്, ആ സ്വാതിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യണം. അതിന് തയ്യാറാണെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം. എന്താ ചങ്കുറപ്പുണ്ടോ എന്റെ കൂടെ നിന്ന് അവളെ എതിർക്കാൻ? സമ്മതം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്ത് കാര്യത്തിനും ഗൗരിയച്ചയുടെ ഒപ്പം തന്നെ നിൽക്കും. മതി, നിന്റെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഇക്കാലം അത്രയും സ്വാതിയെ നേരിടാൻ എനിക്കൊരു കൂട്ടില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു നല്ല നാത്തൂനെ, അല്ല, നല്ലൊരു കൂട്ടുകാരെ കിട്ടി. ഇനി നമ്മൾ ഒരുമിച്ച് അവളെ നേരിടും. ഗിരിയും ഞാനുവേ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാ. ഒരേട്ടത്തിയുടെ അധികാരം വെച്ച് അവൾ അവനെ എത്ര വശീകരിക്കാൻ ശ്രമിച്ചാലും ഏറ്റവും അവസാനം അവൻ എന്റെ ഒപ്പം തന്നെ വരും. അതാ രക്തബന്ധത്തിന്റെ ശക്തി. അത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് ചേച്ചി പേടിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. പെണ്ണിന്റെ തലേണ മന്ത്രത്തെക്കാൾ ശക്തിയുള്ള ഒരു വശീകരണ ഔഷധവും ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആ തലേണ മന്ത്രം കൊണ്ട് തന്നെ ഗിരിയേട്ടനെ ഞാൻ നമുക്കൊപ്പം നിർത്തും. അതെ, അത് തന്നെയാ വേണ്ടത്. അവൾ ഗിരിക്കുമേൽ പ്രയോഗിക്കുന്ന അതേ ആയുധം കൊണ്ട് തന്നെ നീ അവളെ തോൽപ്പിക്കണം. നിനക്കതിന് കഴിയും. കാരണം നീ അവന്റെ ഭാര്യ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഗൗരിയേച്ചി. കുറച്ചു ദിവസം കൂടി ചേച്ചി ഒന്ന് കാത്തിരിക്കേ. അത് കഴിഞ്ഞ ഗിരിയേട്ടൻ ഞാൻ പറയുന്ന വഴിക്ക് വരും. വരുത്തും ഞാൻ. അത് മതി. ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഈ വീട്ടില് നമ്മൾ അവളുടെ അധികാരം അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും അവളെ അടിച്ചു പുറത്താക്കും. പിന്നെ നമ്മളിവിടെ ഒരു കലക്കും. പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. എന്തേച്ചി? ഏത് പ്രതിസന്ധിയിലും പരസ്പരം ചതിക്കില്ലാന്ന്, മരിക്കേണ്ടി വന്നാലും പരസ്പരം ഒറ്റുകൊടുക്കില്ലാന്ന്. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഈ കൈ പിടിക്കാം, ധൈര്യത്തോടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. സ്വാതിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പടിയടച്ച് പിണ്ടം വെക്കണം. അത് ഞാൻ ഏറ്റു ഗൗരിയേച്ചി. ഇനി അവര് കാണാൻ പോകുന്നത് നന്ദിനിയുടെ വേറൊരു മുഖം. ചേച്ചിക്കൊപ്പം ഞാനും ഉണ്ട്. എന്തിനും. ഓ പിന്നെ അവളുടെ ഒരു പുതിയ മുഖം. അവള് മാത്രമല്ലടി, നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. നോക്കിക്കോ. ഹലോ, ഇത് ഞാനാടി. ഹലോ ഹലോ,
അന്ന് നീ എന്നോട് പറഞ്ഞു അയാൾ നിന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരാൾ മാത്രമാണെന്ന്. അതങ്ങനെ ഒരു വെറും ബന്ധമല്ലെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. പക്ഷേ നീ തർക്കിച്ചു. ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അതെ, നന്ദിനിയെ വിചാരണ ചെയ്യല്ല ചെയ്യേണ്ടത്. അവന്റെ ഭീഷണിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുക. അവന് വേണ്ടതുപോലെ ചളുക്ക് ഞാൻ കൊടുത്തു. എന്നിട്ടും അവൻ പിന്തിരിയാൻ തയ്യാറല്ലെന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഗിരിയെ കാണില്ലായിരുന്നു. അവനൊരു വൃത്തികെട്ടവനല്ലേ. അവൻ ഏതറ്റം വരെയും പോവും. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന പേടിച്ചിട്ടാ ഒന്നും ഞാൻ പറയാതിരുന്നത്. ആ തീരുമാനം തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഗിരിയേട്ടന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗിരിയേട്ടൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതിൽ ആത്മാർത്ഥമായിട്ട് ഇവള് പശ്ചാത്തപിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതിൽ ആത്മാർത്ഥമായിട്ട് ഇവള് പശ്ചാത്തപിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അന്ന് ആഭരണം എടുത്തൊന്നും പറഞ്ഞ് എന്തൊക്കെയാ അവളെ ഏടത്തിയെ പറഞ്ഞത്? അത് ഏടത്തി മറന്നാലും ഞാൻ മറക്കില്ല. ഇനി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? പഴയതല്ലേ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അടിച്ചവന്റെ പല്ല് താഴെ ഇടണം. തല്ലുകൊണ്ടാവൻ നന്നാവോ? നന്നാവും. അല്ലെങ്കിലേ നന്നാക്കും. പോലീസിൽ വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കാം. പക്ഷെ അതോടെ നാറാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. തെറ്റ് കുറെ ഇവളുടെ ഭാഗത്തും ഉണ്ടല്ലോ. അയാളെ ഭീഷണിപ്പെടുത്തിയപ്പോ കാശ് കുറെ കൊടുത്തു. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ അത് പറയരുത്. നീയും അയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോ നീ സത്യം പറഞ്ഞില്ല. അത് പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ വിവാഹത്തിന് മുൻപ് ഇങ്ങനൊരു റിലേഷൻ ഉണ്ടായിരുന്നു നിനക്കെന്നോട് പറയാമായിരുന്നു. നീ അത് ചെയ്തില്ലല്ലോ. ചെയ്തില്ലെന്നു മാത്രമല്ല, നിന്നെ സഹായിക്കാൻ വന്ന ഏട്ടത്തിയെ പോലും നീ കുറ്റക്കാരിയാക്കി. അതിനവള് ക്ഷമ പറഞ്ഞു കഴിഞ്ഞല്ലോ ഗിരി. ഇനി എന്തിനാ അതും പറഞ്ഞവളെ വേദനിപ്പിക്കുന്നത്? ഗിരി, നീ എന്റെ കൂടെ വരുമെങ്കിൽ ആ ശല്യം എന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നീ വന്നേ, പറയാം. പെണ്ണിന്റെ തല്ലുകൊണ്ട് നന്നാവാത്തവൻ ആണിന്റെ തല്ലുകൊള്ളുമ്പോ നന്നായിക്കോളും. നന്നായി. നിങ്ങൾ കളിച്ച നാടകം ഗംഭീരമായി. എന്നോടിത് വേണ്ടായിരുന്നു. എന്നെ നാണം കെടുത്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നന്ദിനി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാൻ കഴിയുന്നതിലാണല്ലോ നിങ്ങളുടെ മിടുക്കിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തിരിച്ചറിയാൻ പറ്റി വേദ ഇവിടെ അനുഭവിച്ചത് എന്തായിരിക്കുന്നു. മടുത്തിട്ടായിരിക്കും എല്ലാം ഉപേക്ഷിച്ച് അവള് ജയിലിൽ പോയി കിടക്കുന്നത്. നിങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാത്തോണ്ട്. എന്നെ വേദയുടെ അതേ അനുഭവത്തിലൂടെയാ ഇപ്പൊ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷെ വേദയാവില്ല. നിക്കടി, നീ വഴക്ക് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. അതെന്തിനാന്ന് കൂടി പറഞ്ഞു തന്നാ കൊള്ളാം. നിങ്ങൾക്കറിയില്ലേ? ഇല്ല. ആരാ ജയൻ ഇവിടെ ഇറക്കിയത്? ഏത് ജയൻ? ഓ, ജയൻ. അയാളെ ആരിറക്കി? നിങ്ങൾ ഇറക്കി. ഗിരിയേട്ടന്റെ മുന്നില് എന്റെ വില കളയാൻ നിങ്ങൾ ഇറക്കി. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ജയനെ എങ്ങനെ അറിയാം? നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇത് ഞാൻ മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നിന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എനിക്ക് ജയനെ അറിയാനേ പാടില്ല. അറിഞ്ഞാലും ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കുടുംബജീവിതത്തിന്റെ വില മറ്റാരെക്കാളും അറിയുന്നവളാ ഞാൻ. വിളക്കി ചേർക്കാനാ, അല്ലാതെ നശിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കാറ്. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ജയനും ഞാനും തമ്മിൽ കാണാതായിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്നറിയോ? പെട്ടെന്നൊരു ദിവസം കാശും ചോദിച്ച് ജയൻ എന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളാ, എനിക്ക് യാതൊരു സംശയമില്ല. നന്ദിനി,
വാടി ഇങ്ങോട്ട്. വാ എടുത്തി. ദാ പിടിച്ചോ. നിന്റെ കയ്യിലുള്ള തെളിവുകളുടെ കൂടെ ദാ ഇവളെയും കൂടി നീ കൊണ്ടുവയ്ക്കും. ഇനി ഇവളെ ഞങ്ങളുടെ വീടിന് വേണ്ട. ഗിരിയുടെ ഭാര്യയായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ നീ ഇവളുടെ പേര് കാശ് ചോദിക്കാൻ വരൂ? ഒരു ചില്ലി കാശ് പോലും ഇനി ഇവളുടെ പേരിൽ ഞങ്ങൾ തരില്ല. നീ തന്നെ ഇവളെ കൊണ്ടുപോകണം. മിണ്ടരുത് നീ. ഇപ്പൊ ഉണ്ടായ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം നീ ഒറ്റ ഒരുത്തിയ. പൊയ്ക്കോ, നീ ഇവന്റെ കൂടെ പോയി ജീവിക്ക. നിങ്ങൾ അനാവശ്യം പറയരുത്. എനിക്കങ്ങ് ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. കേട്ടല്ലോ, അവന് നിന്നെ വേണ്ട, നിന്റെ പണം മാത്രം മതി. എടാ, സ്നേഹിച്ച പെണ്ണിനെ അന്തസ്സായി വിളിച്ചുകൊണ്ടുപോയി സംരക്ഷിക്കുന്നവനാ ആൺകുട്ടി. നീ ആണും പെണ്ണും കെട്ടവനാ. നമുക്ക് തിരിച്ചു പോവാം പ്ലീസ്. വേണ്ട നന്ദിനി, ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം നീ ആലോചിക്കേ വേണ്ട. നിന്നെ ആ വീട്ടിലേക്ക് മരുമകളായി വിളിച്ചു കയറ്റിയത് ഞാനാ. ഞാൻ തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്നു. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ ഞാൻ നിന്നെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. കൊണ്ടുപോയിക്കോ. ഇനി നീ ഇവളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഇവളെയും കൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് അങ്ങനെ വന്നോണ്ടല്ലോ. അതെന്താടാ വന്നാ കുഴപ്പം? നീ തന്നെ ഇവളെ ഭാര്യയാക്കിക്കോ. നീ ഒരിക്കൽ സ്നേഹിച്ച പെണ്ണല്ലേ. ഗിരി കെട്ടിയ താലി ഞാൻ തന്നെ അങ്ങ് അഴിച്ചെടുത്തോളാം. നന്ദിനി, ആ താലിയും കഴിക്ക. എന്നിട്ടേ ഇവന്റെ കൂടെ പൊയ്ക്കോ. അതാ നിനക്കിനി നല്ലത്. താലി അഴിക്ക. താലി അഴിക്കടി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇവളെയും കൂടെ തിരിച്ചു പോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മാറട്ടെ. നിന്റെ ആ മുഖം കൂടി ഞാനൊന്ന് കാണട്ടെ. പണം തന്നില്ലെങ്കിൽ നീ ഞങ്ങളുടെ മാനം കെടുത്തു എന്നല്ലേ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ നീ അതൊക്കെ ഒന്ന് കാണിക്കേ. എടാ, ആണാണെന്നും പറഞ്ഞ അണിഞ്ഞൊരുങ്ങി ബൈക്കിൽ കയറി നടന്ന പോരാ. ഒരു പെണ്ണിന് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ കഴിയണം. അല്ലാതെ പണ്ട് സ്നേഹിച്ച പെണ്ണിന്റെ പിന്നാലെ നടന്ന് പണം ഇരന്ന് വാങ്ങി തെണ്ടി തിന്നുന്നവന്റെ പേര് ആണെന്നല്ല, ആണും പെണ്ണും കെട്ടവനെന്നാ. നന്ദിനി, ആ താലി അഴിച്ചെന്റെ കയ്യിൽ തന്നിട്ട് നീ ഇവന്റെ കൂടെ പോകുന്നതാ ഇനി എല്ലാവർക്കും നല്ലത്. നീ ഇത് അഴിച്ചു തന്നില്ലെങ്കിൽ ഞാനിത് വലിച്ചു പൊട്ടിക്കും. അഴിക്കാനാ പറഞ്ഞത്. പ്ലീസ്. അഴിച്ചു തരാനാ പറഞ്ഞ. അവിടെ നിൽക്കാൻ. കണ്ടില്ലേടി, നീ പ്രേമിച്ചവന്റെ തനി സ്വഭാവം. വലിയ വീട്ടിലെ പെണ്ണായപ്പോഴേ നിനക്ക് വിലയുള്ളൂ. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ നിന്നെ അവന് പോലും വേണ്ട. ഏതാണ് യഥാർത്ഥ ജീവിതമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടുത്തി, എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്നോട് ക്ഷമിക്കണം. ദയവേത് എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഇനി നീ തീരുമാനിക്ക. ഇവിടുന്ന് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോണോ അതോ ഗിരിയുടെ ഭാര്യയായിട്ട് അന്തസ്സോടെ ജീവിക്കണോന്ന്? നീ എന്താ ആലോചിക്കുന്നത്? സ്വദേടത്തെ, ഞാനിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അടങ്ങി ഒതുങ്ങി ആ വീട്ടിൽ ജീവിച്ചോളാം. കഴിഞ്ഞ ദിവസം ധിക്കാരത്തോടെ എന്റെ നേരെ വിരൽ ചൂണ്ടി നീ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? നിന്നോട് ഞാനിപ്പോ ക്ഷമിച്ച് നിന്നെ തിരികെ കൊണ്ടുപോയാ നീ നാളെയും അത് തന്നെ ആവർത്തിക്കും. ഒരിക്കലുമില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരാം.